അങ്ങേ കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥ ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചെല്ല കൽപ്പിച്ച നായക. നിൻ ദിവ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. നിൻ ദിവ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. പ്രാരംഭ പ്രാർത്ഥന. പ്രാരംഭ പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കുരിശു വഴിയായി ഞങ്ങളെ രക്ഷിച്ച അങ്ങേ പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുരിശു യാത്രയിൽ ഞങ്ങൾക്കും അങ്ങേ പ്രിയപുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായ അറിവോടും സമൂഹത്തോടും കൂടെ പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയുടെ എന്നും വിശ്വസ്തയായിരുന്നവിടെ നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കാനും കഠിന വിധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ യേശോയെ, അങ്ങ് ഭാരമേറിയ ശ്രീവാമരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടുകൂടെ സഹിച്ച അങ്ങയെ അനുഗമിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴി തെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി. അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവവുമായ അവിശ്വസ്തതയിലും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ,
ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം ഈശോ മിശിഹാ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേയെതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാകാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ കുരിശു യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സകല നിമിഷങ്ങളിലും, പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമിയോൻ എന്നൊരു കിറേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ടുവരുവാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ കുരിശ് ചുമക്കുന്നതിന് ശിമിയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖ സങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വെറോനിക്ക അങ്ങയെ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർദ്രമായിരിക്കാൻ കൃപ ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം ഈശോ മിശിഹാ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എറണാകുളം ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം ഈശോ മിശിഹാ ഓർസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ നോക്കി കരയുന്ന ഓർസലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദീസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് എപ്പോഴും മനസ്താപപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്ത് അരുളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒൻപതാം സ്ഥലം ഈശോ മിശിഹാ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു.
എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പാലക്കാട് ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്രീവാമരത്തിൻ കീഴിൽ വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായുള്ളതെല്ലാം സമ്പൂർണമായി നിനക്ക് നൽകുന്നു. ചാവുദോഷത്തോടുകൂടെ മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെയാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം ഈശോമിശിഹാ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തലയോടിടം എന്ന അർത്ഥമുള്ള ഗോൽഗോദായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്രീവാമരത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിലവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം ഈശോമിശിഹാ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാട് ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ട പ്രസാദത്തോടു കൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തിരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം ഈശോമിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരിമത്തിയക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ തിരുശരീരം ശ്രീവായിൽ നിന്നിറക്കി അങ്ങയെ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയെ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിച്ചിടണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഈ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു.
കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ച് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങയെ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്വസ്ത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. മനസ്താപ പ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമീൻ. ഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. കൊടുങ്കാറ്റിലന്നു നിങ്ങൾക്കാ മേഘദീപത്തൂണു തീർത്തു ഞാൻ. അറിയാത്തോരപരാധങ്ങൾ ചുമത്തുന്നു നിങ്ങളിന്നെന്നിൽ. ഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. രാജചെങ്കോലേകി വാഴിച്ചു നിങ്ങളെ ഞാൻ എത്ര മാനിച്ചു. എൻ ശിരസിൽ മുൾമുടി ചാർത്തി നിങ്ങളിന്നെൻ ചെന്നിനം തൂവി. ഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു.
കർത്താവ് മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ കഴിഞ്ഞ 25 ദിവസമായി ഈ വലിയ നോയമ്പിൽ തീർത്ഥയാത്രയിലാണ്. 25 ദിവസങ്ങളിൽ വ്യത്യസ്തരായ 25 പേരിലൂടെ ദൈവവചനം നമ്മളെ കേൾക്കാനായിട്ട് ഇടയായി. വലിയ നോയമ്പിൽ ഇന്ന് 25ാമത്തെ ദിവസം നമുക്ക് ഏറ്റവും മനോഹരമായ ദൈവവചനം പങ്കുവെക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് പെരിയ ബഹുമാനപ്പെട്ട തോമസ് മേൽവട്ട അച്ഛനാണ്. തലശ്ശേരി രൂപതാംഗമാണ്. ശ്രീറമണവാർ സഭയുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറാണ് അച്ഛൻ. ഇപ്പോൾ സെന്റ് തോമസ് മൗണ്ടിലാണ്. അപ്പം ഈ ഏറ്റവും വലിയ സ്നേഹത്തോടെ അച്ഛൻ നല്ലൊരു പ്രസംഗകനാണ്, അധ്യാപകനാണ്. വളരെ സ്നേഹത്തോടെ എനിക്ക് വർഷങ്ങളായിട്ട് എന്നെ പരിചയമുള്ള, ചേർത്ത് പിടിക്കുന്ന, നയിക്കുന്ന അച്ഛനാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടെ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ശിഷ്യരുടെ സമർപ്പണത്തെക്കുറിച്ചാണ്, ആ ശിഷ്യത്വത്തിന്റെ എല്ലാവിധ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വളർത്തുന്ന, രൂപപ്പെടുത്തുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ തോമസ് അച്ഛനെ സ്നേഹത്തോടെ ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. തോമസ് അച്ഛാ, താങ്ക് യു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തില് 29-ാം തിരുവചനം നമ്മളിങ്ങനെയാണ് വായിക്കുക. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടി താമസിക്കാൻ കയറി. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ സുവിശേഷ ഭാഗത്തെ പറ്റിയിട്ട് ഒരു വിധം നടത്തുമ്പോൾ നമുക്കെല്ലാം കേട്ട് പരിചയമുള്ള ഒരു സുവിശേഷ ഭാഗമാണ്. നമുക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന എമ്മാവൂസ് സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കർത്താവ് ഈശോമിശിഹാ സുവിശേഷം അവതരിപ്പിക്കുക. 2004 ദിവികാരുണ്യ വർഷത്തിന്റെ അവസരത്തില് വിശുദ്ധനായിട്ട് ജോൺ പോൾ II മാർപ്പാപ്പ ഒരു അപ്പസ്തോലിക ലേഖനം ഇറക്കി. ഇതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും മാനെ നൊബിസ്കും ദോമിനെ എന്നാണ് അതിൻ്റെ തെത്തീമ. അതിൻ്റെ 1ാമത്തെ ഖണ്ഡികയിലെ വിശുദ്ധാവ് നമ്മളെ ഇങ്ങനെ ഉറപ്പിക്കുകയാണ്: അസ്തമിക്കുന്ന ദിനത്തിന്റെ നിഴലുകൾക്കും ആത്മാവിനെ ചൂഴ്ന്നു നിന്ന അന്ധകാരത്തിനുമിടയിൽ ഒരു വഴിപോക്കൻ ഒരു പ്രകാശനാളം നീട്ടി. അത് അവരുടെ പ്രതീക്ഷയെ പുനരുജ്ജീവിപ്പിക്കുകയും ഹൃദയം പ്രകാശത്തിന്റെ നിറവനായി അഭിലഷിക്കുകയും ചെയ്തു. അതിൻ്റെ തന്നെ 2ാമത്തെ നമ്പർ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: നമ്മുടെ ചോദ്യങ്ങൾക്കും ക്ലേശങ്ങൾക്കും തീവ്രമായ ആശാഭംഗങ്ങൾക്കും ഇടയിൽ ആ ദൈവിക സഹയാത്രികൻ നമ്മോടൊത്ത് നടന്നുകൊണ്ടിരുന്നു. അവിടെ നമുക്കായി വിശുദ്ധഗ്രന്ഥം തുറക്കുകയും ദൈവിക രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. നമ്മൾ അവിടുത്തെ പൂർണ്ണമായി ദർശിക്കുമ്പോൾ വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്ന്, ജീവന്റെ അപ്പത്തിൽ നിന്ന് പ്രവഹിക്കുന്ന വെളിച്ചത്തിലേക്ക് യുഗാന്ത്യം വരെ എന്നും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ഒരുപക്ഷെ നമ്മള് ഹോളി ഹോം മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ചേർന്ന് തീർത്ഥയാത്രയായിട്ട് നമ്മൾ 25ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കുരിശിന്റെ വഴി എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും കുരിശിന്റെ വഴിയെപ്പറ്റി ഒരു വാക്ക് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുരിശിന്റെ വഴി എന്ന ഭക്തകൃത്യം, ഭക്ത അനുകരണം നമ്മുടെ സഭയെന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയിലുണ്ടായത് 1676-നും 1751-നും ഇടയിൽ ജീവിച്ച ലേണാർഡോ പോർട്ടോ മൗറീസിയ എന്ന ഫ്രാൻസിസ്കൻ റിഫോർമല എന്ന കോൺഗ്രിഗേഷന്റെ അംഗമാണ്. അദ്ദേഹമാണ് ഈ കുരിശിന്റെ വഴിയിലെ 14 യാത്രകള് ആദ്യമായിട്ട് നമ്മളിപ്പം ചെല്ലുന്ന വിധത്തിലുള്ളത് ക്രമീകരിച്ചത്. അത് നമുക്കൊരു ആധ്യാത്മിക ധ്യാനത്തിന്റെ ഫലമായിട്ട് അതിന് മുമ്പ് തൊട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൃത്യമായിട്ട് 14 സ്ഥലങ്ങള് വിപുലീകരിച്ച് സഭയിൽ മുഴുവനും പ്രാബല്യത്തിൽ വരുന്നത് ഈ സന്യാസി ലേനാർഡോ പോർട്ടോ മൗറീസിയോ എന്ന് പറയുന്ന ഫ്രാൻസിസ്കൻ സന്യാസിയുടെ ശ്രമഫലമായിട്ടാണ്. അത് നമുക്ക് ഈശോയുടെ പീഡാസഹന, മരണ, ഉത്ഥാന രഹസ്യങ്ങളെ പറ്റിയുള്ള ധ്യാനമാണ് ഈ ഒരു കുരിശിന്റെ വഴിയിലേക്ക്, ഇങ്ങനെയുള്ള ആ ഭക്തകൃത്യത്തിലേക്ക്, ഭക്താനുഷ്ഠാനത്തിലേക്ക് എല്ലാവരും എത്തിച്ചത്. നമുക്കറിയാം, അതിന് അടിസ്ഥാനപരമായിട്ട് നിന്ന് അന്നത്തെ ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകള്, മിസ്റ്റിക് റൈറ്റിങ്ങുകള്, മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കുരിശിന്റെ വഴിയിലെ പ്രാർത്ഥനാ രൂപീകരണത്തില് ഏറെ സഹായിച്ചുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, അതിന് പുറകിൽ പ്രവർത്തിച്ച ദൈവശാസ്ത്രജ്ഞന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് കേട്ട് പരിചയമുള്ള ബെർണാർഡ്, അദ്ദേഹത്തിന്റെ ഡിവോഷൻ ഫോർ 5 wounds, കർത്താവിന്റെ 5 മുറിവുകളെ പറ്റിയുള്ള ഭക്തിയെ, ബെനവൻചരയുടെ മെഡിറ്റേഷൻസ് ഓൺ ദി ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ ജീവിതത്തെ പറ്റിയുള്ള ധ്യാനങ്ങള്, റുഡോൾഫ് സാക്സോണിന്റെ
വീത്ത ക്രിസ്തീയ ജീവിതത്തെ പറ്റിയുള്ള ധ്യാനങ്ങള്, നമ്മളൊക്കെ നമ്മുടെ കൈപ്പുസ്തകമായിട്ട് സുവിശേഷം കഴിഞ്ഞ ഉപയോഗിക്കുന്ന തോമസ് അക്കംബീസിന്റെ ഇമിറ്റേഷൻ ഓഫ് ക്രിസ്ത്യാനികരണം എന്ന പുസ്തകങ്ങൾ, ഇതൊക്കെയാണ് ഈ കുരിശിന്റെ വഴിയിലെ പ്രാർത്ഥനകൾക്ക് അടിസ്ഥാനപരമായിട്ട് തന്ന കാര്യങ്ങൾ എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീണ്ടും നമുക്ക് കുരിശിന്റെ വഴിയിലോട്ട് വരുമ്പോൾ ഈ കുരിശിന്റെ വഴിയിൽ മാർപ്പാപ്പമാർ, പ്രത്യേകിച്ച് കൊളോസിയൻ യാത്രയിൽ തുടങ്ങി 1686 ബെനഡിക്റ്റ് 14 മാർപ്പാപ്പയാണ് റോമിലുള്ള കൊളോസിയിലെ കുരിശിന്റെ വഴി ആരംഭിച്ചത്. ഇന്നസെന്റ് 11 മാർപ്പാപ്പയാണ് ഇതിന് പൂർണ്ണ ദണ്ഡവിമോചനം തന്നത്. അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉണർന്നുപേകാനായിട്ട് നമ്മൾ ഈ നോമ്പുകാലത്ത് കുരിശിന്റെ വഴി നടത്തുമ്പോഴും ഇത് നമ്മുടെ സമർപ്പണ വഴിയിൽ ഇതിന്റെ ചരിത്രം നമുക്ക് കൂടുതൽ പ്രചോദനമാകും, ആത്മീയ ഉത്കർഷത്തിന് കാരണമാകുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നമ്മളെ കുരിശിന്റെ വഴിയെ പറ്റി പറയുമ്പോൾ, ഈ സമർപ്പണത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്ന വ്യക്തി എന്ന് പറയുക വെറോനിക്കയെ പറ്റിയാണ്. കുരിശിന്റെ വഴിയിലെ 6ാമത്തെ വ്യക്തി. നമുക്കറിയാം, കുരിശിന്റെ വഴിയുടെ യാത്ര നമ്മൾ വിശദം വായിക്കുകയാണെങ്കിൽ കാണാത്ത ചില കാര്യങ്ങൾ ഈ കുരിശിന്റെ വഴിയിലുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ഈശോയെ കണ്ടുമുട്ടുന്നത് സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുകയില്ല. വെറോനിക്കയെ പറ്റി നമുക്ക് കാണാൻ പറ്റുകയില്ല. ഈശോയുടെ 3 വീഴ്ചകൾ, അതൊന്നും നമുക്ക് ഈ സുവിശേഷ ഗ്രന്ഥത്തിലൂടെ കാണാനായിട്ട് പറ്റും. അതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന്, പ്രത്യേകിച്ച് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ, സുവിശേഷത്തോട് അത്രയില്ലെങ്കിൽ അതിന് അല്പം സഭ വിശദമായിട്ട് കരുതുന്ന ഗ്രന്ഥങ്ങൾ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ. അത് പ്രത്യേകിച്ച് പൈലറ്റിന്റെ നടപടികൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഗോസ്പൽ ഓഫ് നിക്കോദേമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ സുവിശേഷം, ഇതെല്ലാമാണ് ഈ ഭക്തകൃത്യത്തിന്റെ അടിസ്ഥാനപരമായിട്ട് ഈ വ്യക്തികളെ കണ്ടുമുട്ടുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. ഈ കുരിശിന്റെ വഴിയിലെ 6ാമത്തെ സ്ഥലത്ത് വിശുദ്ധ വെറോനിക്കയെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. വിശുദ്ധ വെറോനിക്കയെ പറ്റി നമ്മൾ പറയുമ്പോൾ, വെറോനിക്കയെ പറ്റി പറയുന്നത് ഫോട്ടോഗ്രാഫേഴ്സിന്റെ മധ്യസ്ഥ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഫിലിം ഡയറക്ടേഴ്സിന്റെ മധ്യസ്ഥ ആരാന്ന് ചോദിച്ചാൽ വിശുദ്ധ വെറോനിക്കയാണ്. സങ്കീർത്തനം 11:7 നമ്മളിങ്ങനെ വായിക്കും: കർത്താവ് നീതിമാനാണ്, അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു, പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. ഈ 6ാം സ്ഥലത്ത് വെറോനിക്ക മിശിഹായെ കണ്ടുമുട്ടുമ്പോൾ, വെറോനിക്ക ഹൃദയം നമ്മളങ്ങനെയാണല്ലോ പ്രാർത്ഥന നിറഞ്ഞ് അവള് പ്രതിബന്ധങ്ങളൊന്നും നോക്കാതെ ഈശോയുടെ അടുത്തേക്ക് പോയി ഈശോയുടെ മുഖം തുടയ്ക്കുക. ഈശോയുടെ മുഖം തുടയ്ക്കുമ്പോൾ അതിൽ കർത്താവ് കൊടുക്കുന്ന സമ്മാനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത്ഭുതകരമായിട്ടുള്ള ആ തുവാലയില് ഈശോയുടെ മുഖം പതിഞ്ഞു എന്നുള്ളതാണ്. അതിന്നും റോമില് വത്തിക്കാനില് സൂക്ഷിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ചരിത്രം പറയുക. പ്രിയപ്പെട്ട നമ്മളെ ഈ സഹന വഴിയിലെ സമാശ്വാസമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറുമ്പോൾ തുവാലകളായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യേണ്ടത്. ഈ വെറോനിക്ക തുവാലയെടുത്ത് ഈശോയുടെ മുഖം തുടച്ചതുപോലെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് പുതിയ തുവാലകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവരുടെ മുറിവുകളിൽ ആശ്വാസം പകരാൻ, അവരുടെ ജീവിതത്തിലെ വേദനകളിൽ സമാശ്വാസം പകരുന്ന വ്യക്തികളായിട്ട് മാറാൻ, അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ, അവരെ ആരാണ്, എന്താണ്, എന്തുകൊണ്ടാണെന്നുള്ള മുൻവിധികളില്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യാൻ കഴിയുമ്പോൾ ഈ വെറോനിക്കയെ പോലെ ഈ കുരിശു വഹിച്ച് നീങ്ങുന്ന ഈശോയുടെ പോലുള്ള ഈ വ്യക്തികളിലേക്ക് നമ്മൾ ഈ വെറോനിക്കമാരായിട്ട് മാറുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഹൃദയത്തില് ഈ കർത്താവിന്റെ തിരുമുറിവുകളുടെ മായാത്ത മുഖം കർത്താവ് നമുക്ക് തരും. അതൊരു ഹൃദയത്തിന്റെ ഉടമ്പടിയായിട്ട് മാറുമെന്നാണ് പറയുക. അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിന്റെ ഉടമ്പടിയായിട്ട് നമ്മൾ മാറണം. സഹന വഴിയിലെ തുവാലകളായിട്ട്, സഹിക്കുന്ന മനുഷ്യരുടെ കണ്ണീരൊപ്പുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. വീണ്ടും നമ്മൾ ഓർക്കുക, ഈ തുവാല കൊണ്ട് ഈശോയുടെ മുഖം തുടയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെയുണ്ട്. ഈ തുവാല കൊണ്ട് ഈശോയുടെ മുഖം തുടയ്ക്കുമ്പോൾ ഈശോയുടെ മുഖത്ത് ശരിക്കും തുടച്ച്, ഈശോ മേടിച്ചു തുടക്കുകയല്ല, ഈ വെറോനിക്ക പോയി തുടയ്ക്കുക ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? വീണ്, നമുക്ക് 6ാം സ്ഥലം നമുക്കറിയാം, ഈശോ ഒന്ന് വീണ് അങ്ങനെ വളരെ അവശനായിട്ട് മരിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുള്ളത് കൊണ്ട് ശിമയോൻ എന്ന് പറഞ്ഞ ആളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്ന അതിനിടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ആ മുഖത്തിന്റെ തുവാല കൊണ്ട് തൂക്കുമ്പോൾ ഈശോയ്ക്ക് തൻ്റെ സഹന വഴിയിൽ കുറെ കൂടെ വ്യക്തത വരും, ഞാൻ എന്തേരം ദൂരം ഇനിയും നടക്കാനായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അവർ സമാശ്വാസമായി പോകുമ്പോൾ അവരുടെ ദുഃഖം എടുത്തു മാറ്റണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവരുടെ കുരിശ് അവർക്ക് എടുക്കാനായിട്ട്
അതിന്റെ വ്യക്തത കർത്താവെ കൊടുക്കണേ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന അങ്ങനെയായി നിശബ്ദമായിട്ടുള്ള ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മുടെ സമാശ്വാസ വാക്കുകള്, പ്രിയപ്പെട്ടവരെ ഞാൻ കൂടെയുണ്ട്, ഞാൻ അടുത്തുണ്ട്, ഈ സഹനത്തിന്റെ നിമിഷങ്ങളില് ഞാൻ നിന്റെ കുരിശെടുക്കാന്നല്ല പറയേണ്ടത്. നിന്റെ കുരിശ് നീ ഈശോയ്ക്ക് ഇഷ്ടപ്രകാരം ദൈവിക പ്രതിപ്രകാരമുള്ള നിന്റെ ഈ കുരിശ് നീ എടുക്കുമ്പോൾ അതിന് ഞാനും സപ്പോർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് കർത്താവിന്റെ കുരിശിന്റെ യാത്ര തടയുന്ന വിധത്തിലായിരിക്കരുത് നമ്മുടെ സമാശ്വാസങ്ങൾ എന്നുള്ളത്, ആശ്വസിപ്പിക്കൽ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. വീണ്ടും പ്രിയപ്പെട്ട നമ്മള് ഈ കാലഘട്ടത്തോടെ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം, ഇങ്ങനെ കുരിശ് വഹിച്ച് നീങ്ങുന്ന ഒരു കർത്താവ്, കുരിശിന്റെ വഴി നടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ കണ്ടുപിട്ടാനായിട്ട് സാധിക്കും. നമുക്കറിയാം അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായത്തില് 5-ാം തിരുവചനം സാവൂളിന്റെ മാനസാന്തരത്തെ പറ്റി പറയുന്നതാ. സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? സാവൂള് ഡമാസ്കസിലുള്ള ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായി പോകുന്ന വഴിക്കുള്ള ചോദ്യമാണ്. അപ്പോൾ അത് 5-ാം വാക്യം പറയുന്ന 4-ാം വാക്യം ചോദിക്കുമ്പോൾ 5-ാം വാക്യത്തിൽ അവൻ ചോദിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഇവിടെ നമ്മള് ഈ പീഡിതനായ കുരിശുമെടുത്തു പോകുന്ന ഈശോയെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലെ പല അവസരങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിന്റെ അവസരത്തില്, നമ്മുടെ കേരള സാഹചര്യങ്ങളില് പല വിധത്തിലുള്ള പീഡനങ്ങൾ നമ്മൾക്കുണ്ടാകുമ്പോൾ ഈ വെറോനിക്കായ പോലെ വിശ്വാസത്തിന്റെ ധൈര്യം അത് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. സ്ഥൈര്യലേവൻ എന്ന ഉദാശയിലൂടെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞപ്പെട്ട അവന്റെ പടയാളിയായിട്ട് പോകുന്നു എന്ന് നമ്മള് ആ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളവരെ നമ്മള്. അപ്പൊ അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടങ്ങളിലും നമുക്ക് ഈശോയെ, ഈ വെറോനിക്കയെ പോലെ ധൈര്യപൂർവ്വം ഈശോയെ കാണാൻ, ഈശോയുടെ അടുത്ത് ചെല്ലാന്, അവന് സാക്ഷ്യം കൊടുക്കുവാനായിട്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയാനായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് വേണം. അതുകൊണ്ട് നമ്മള് ഈ വെറോനിക്കയെ പോലെയുള്ള ആത്മധൈര്യത്തിന്റെ മക്കള്, ഫ്രാൻസിസ് മാർപ്പാ പറയുന്നത് പോലെ പുറം പോക്കുകളിലേക്ക് പോയി അവിടെയുള്ള മനുഷ്യരില് ഈശോയെ കാണാനായിട്ട്, ഈശോയുടെ മുഖം കാണാനായിട്ട് കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ സമർപ്പണ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ഈ വെറോനിക്കയെ പോലെ ഈ കുരിശിന്റെ വഴിയില് നമ്മുടെ ജീവിതയാത്രയില് മറ്റുള്ളവർക്ക് നമ്മൾ സമാശ്വാസമായിട്ട് തീരുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. തിരിച്ചടികൾ നമുക്ക് തടസ്സങ്ങളായിട്ട് മാറുന്നുണ്ടോന്ന്, അതുപോലെ തന്നെ നമ്മളെ ത്യാഗങ്ങൾ എടുക്കാനായിട്ട് നമ്മൾ മടി കാണിക്കുന്നവരാണോ, നമ്മൾ ഈശോയെ ഇങ്ങനെ പ്രസംഗിക്കാൻ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നതിന് ആവശ്യമായ ശീലങ്ങൾ അഭ്യസിക്കുന്ന വ്യക്തികളാണോ നമ്മൾ? വിശുദ്ധ ഫൗസ്റ്റീന ഡയറിക്കകത്ത് ഇങ്ങനെ കുറിച്ചു വയ്ക്കും, ദൈവത്തിന് നിന്നില് പ്രവർത്തിക്കണമെങ്കിൽ നീ പൂർണ്ണമായും ദൈവത്തെ ശരണപ്പെടുക. ഈ നമുക്കറിയാം കുരിശിന്റെ യാത്രയിൽ പറയുന്ന കുറെ സ്ത്രീകള് അവനെ അനുഗമിച്ചെന്ന് പറയുക, പക്ഷെ വെറോനിക്കയെ പറ്റി പറയുന്നില്ല. അവിടെ ഹൃദയം സഹതാപം നിറഞ്ഞെന്നാ പറയുക. അപ്പൊ ഒത്തിരി മുഖങ്ങള്, നമുക്ക് അറിയത്തില്ലാത്ത ഒത്തിരി മനുഷ്യര് നമ്മുടെ ജീവിതയാത്ര, കർത്താവിന്റെ കുരിശിന്റെ യാത്രയില് കർത്താവിനെ സഹായിക്കാനായിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം, അത് തമ്പുരാന്റെ ഒരു ഹിതമാണ്, നമുക്ക് മാതൃക നൽകാൻ വേണ്ടി, നമ്മൾ ഒരു മാതൃകളായിട്ട് മാറാൻ വേണ്ടിയിട്ട്. അപ്പം ദൈവഹിതപ്രകാരം നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ അത്തരത്തില് ജീവിതത്തിന്റെ വഴിയിലൂടെ ഈ വെറോനിക്കമാരായിട്ട് നമ്മൾ മാറുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരില് ഈശോയുടെ മുഖം, ദൈവത്തിന്റെ മുഖവും ദൈവത്തിന്റെ ഛായയും സദൃശ്യവും ധരിക്കുന്നവരായി നമ്മള് കുരിശുമായിട്ട് പോകുന്ന ഈശോയെ, അത് എന്നും നമ്മുടെ ജീവിതത്തിൽ മുന്നിൽ കുരിശുമായിട്ട് നീങ്ങുന്ന ഈശോയുണ്ട്. പത്രോസ്ലീഹായുടെ കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, പത്രോസ്ലീഹ റോമിൽ നിന്ന് തിരിച്ചു പോകുന്ന അവസരത്തിൽ ഈ പീഡനം അടുത്തപ്പോൾ കർത്താവിനെ കണ്ടപ്പോൾ ചോദിക്കും, കർത്താവ് നീ എവിടെ പോകുന്നു? കോവാദിസ് ഡോമിനെ, കർത്താവിനെ എങ്ങോട്ട് പോകുന്നു? നേരം കർത്താവ് പറയാണ്, നീ പോകുന്നതുകൊണ്ട്, റോമിൽ നിന്ന് പോകുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ക്രൂശിതനാകാൻ വേണ്ടി റോമിലേക്ക് പോവുകയാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഇനി നമ്മൾ ഒത്തിരി കണ്ടുമുട്ടും. അപ്പോൾ അതുകൊണ്ട് തിരുമുഖം ദർശിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ, ഈശോയുടെ മുറിവുകൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചർപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, ആ തിരുമുറിവ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് പൗലോസ്യ പറയാണ്, തിരുമുറിവുകൾ കർത്താവിന്റെ അടയാളങ്ങൾ എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്ന വ്യക്തിയാണ്. ആ തിരുമുറിവുകള് ജീവിതത്തിൽ കൂടുതൽ കർത്താവിന് സാക്ഷ്യം കൊടുക്കാനായിട്ട് നമുക്ക് മാറണം. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളുടെ അവസരത്തിൽ ചേർന്ന് നടക്കുവാനായിട്ട്, കാരുണ്യത്തോടെ മറ്റുള്ളവരുടെ മുന്നിൽ ഇടപെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിന്റെ
ഈ കുരിശിന്റെ വഴിയെ പോകുന്നവരായിട്ട് അനുകമ്പയുള്ള വ്യക്തികളായിട്ട് മാറാൻ, അതായത് നമ്മൾ വെറോനിക്കയെ പോലെ നമുക്ക് ഈശോയെ അനുഗമിക്കാനായിട്ടുള്ള അവനോടുള്ള സ്നേഹത്തിൽ ജ്വലിക്കുന്ന വ്യക്തികളായിട്ട് മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കുരിശിന്റെ വഴി നമ്മുടെ തീർത്ഥയാത്ര നമുക്ക് ദൈവാനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശിവുവിനും ടീമുകൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അവരുടെ നല്ല മനസ്സ്, അവരിങ്ങനെ ഇടയ്ക്ക് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് കൂടത്തി നടക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അവരുടെ കൂടത്തി നടക്കുന്ന ഒരു സഹയാത്രികനാണ്. എപ്പോഴും കൂടത്തില്ലെങ്കിലും സഹയാത്രികനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും, എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വലിയ ആഴ്ചയുടെ മംഗളങ്ങൾ, ആധ്യാത്മികത ആഴപ്പെടുന്ന അവസരങ്ങൾ നമുക്ക് അങ്ങനെയായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇത് നമുക്ക് കരുത്തുള്ള ക്രിസ്ത്യനായിട്ട് മാറാൻ പ്രചോദനമായിട്ട് സമർപ്പണ വഴിയിൽ വേറോനിക്ക, വിശുദ്ധിയായ വേറോനിക്ക എപ്പോഴും ജീവിക്കാനും, അവൾ പിന്നീട് ഫ്രാൻസിൽ പോയി ജീവിച്ചു എന്നാണ് ചരിത്രം പറയുക. അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് വേറോനിക്കയുടെ ധൈര്യമുള്ള ക്രിസ്ത്യാൻ, അതുപോലെ ധൈര്യമുള്ള ക്രിസ്ത്യാൻ ജീവിക്കാൻ ഈ കുരിശിന്റെ വഴി ദിവസങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഒരു ബ്ലെസ്സിങ് കൂടെ തരുവാണെങ്കിൽ. തീർച്ചയായിട്ടും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പ്രിയപ്പെട്ടവരെ ഹോളി മിനിസ്ട്രിയിലെ കുരിശിന്റെ വഴിയിലും വചനവിചിന്തനങ്ങളിലും പ്രാർത്ഥനയിലും നിർത്തുന്ന നമ്മളോടും നമ്മളെ ശ്രമിക്കുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഏറെ സ്നേഹത്തോടെ നമുക്ക് തോമസ് അച്ഛനെ ഓർക്കാം. അച്ഛനെയും അച്ഛന്റെ ഉത്തരവാദിത്തങ്ങളെയും, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ വിശ്വാസ പരിശീലകരെ രൂപപ്പെടുത്തുന്ന വലിയ ഉത്തരവാദിത്തമാണ്. നമുക്ക് അച്ഛനെയും കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിനെയും ഒപ്പം കേരള സഭയെയും മുഴുവനും കൊടുത്തുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞ്, ഈ ദിവസങ്ങളിലൂടെ എല്ലാം ദൈവവചനം പങ്കുവെച്ചവർ, അടുത്ത ദിവസങ്ങൾ ദൈവവചനം പങ്കുവെക്കുന്നവർ എല്ലാവരെയും കർത്താവിന്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറയാം. പറ്റുമെങ്കിൽ വീഡിയോ ഓണാക്കി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു. അച്ഛനെയും അച്ഛന്റെ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സീറോ മലബാർ സഭയെയും കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേരള സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു. ആഴമായ സമർപ്പണത്തിലേക്ക് ഞങ്ങളുടെ ചിന്തകളെ തിരിച്ചുവിടാൻ അച്ഛനെ ഉപയോഗിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ടവർ, ഏതാനും സമയം കൂടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ എടുക്കുകയാണ്. പറ്റുന്നവരെല്ലാം വീഡിയോ നമുക്കൊന്ന് ഓണാക്കാം. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അതൊരു പ്രചോദനവും പ്രോത്സാഹനവുമാണ്. അത് നമ്മുടെ കരങ്ങൾ നമ്മുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിക്കാം. നമ്മുടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന എല്ലാവരെയും കർത്താവിന്റെ തിരുഹൃദയത്തോട് നമുക്ക് ചേർത്ത് വെക്കാം. നിരവധിയായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും, ഒരുപക്ഷെ പുറത്ത് മറ്റൊരാളോട് പറയാൻ കഴിയാത്ത ഏറെ സങ്കടകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം, നിരാശയിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. സാമ്പത്തികമായ മേഖലകൾ, രോഗത്തിന്റെ മേഖലകൾ, പഠനത്തിന്റെ പരീക്ഷയുടെ മേഖലകൾ, ജോലിയുടെ മേഖലകൾ, വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസരങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ടാകാം. നമ്മളെല്ലാം നമ്മൾ ഏൽപ്പിക്കുകയാണ്. നമ്മളൊരു കൂട്ടായ്മയായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ ദിവസങ്ങളിലൂടെ എല്ലാം ഈ തീർത്ഥയാത്രയിൽ പങ്കുചേരുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഹൃദയപൂർവ്വം അവിടുത്തെ സന്നിധിയിൽ ഉയർത്തി, ഒരു കുടുംബമായി, ഒരു കൂട്ടായ്മയായി ഈ സമയം അവിടുത്തെ തിരുസന്നിധിയിൽ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു. കർത്താവെ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ കേട്ട് അവയ്ക്കെല്ലാം തക്ക സമയത്ത് ഉത്തരമരുള്ളത് അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രണ്ട് കരങ്ങളും ഒന്ന് അല്പം ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധ സഭയെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി പരിശുദ്ധ പിതാവിനെയും പിതാവിന്റെ നിയോഗങ്ങളെയും നമുക്ക് ഓർക്കാം. ഒപ്പം നമ്മുടെ സീറോ മലബാർ സഭയെയും ലത്തീൻ സഭയെയും മലങ്കര സഭയെയും നമുക്ക് ഓർക്കാം. കേരള സഭയെ മുഴുവനും കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് സീറോ മലബാർ സഭ നേരിടുന്ന പ്രയാസങ്ങളെ നമുക്ക് ഓർക്കാം. എല്ലാ വൈദികർ, സമർപ്പിതർ, വൈദിക മേലധ്യക്ഷന്മാർ, അങ്ങനെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്, അൽമായരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു. സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിച്ച് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. വൈദികർ, സമർപ്പിതർ, സന്യസ്തർ, കർത്താവെ, സുവിശേഷ പ്രഘോഷകർ എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹോളി ഹോം മിനിസ്ട്രിയെ നമുക്ക് ഓർക്കാം. കർത്താവ് പ്രത്യേകമായി വളർത്തിയെടുക്കുന്ന ഈ ഒരു മിനിസ്ട്രി താമരശ്ശേരി പിതാവിനെയും രക്ഷാധികാരിയായിരിക്കുന്ന അലക്സ് വടക്കുംതല പിതാവിനെ, 2 പിതാക്കന്മാരെയും നമുക്ക് ഓർക്കാം. നമ്മളോടൊപ്പം ആയിരിക്കുന്ന ജോസ് കോട്ടയിൽ അച്ഛൻ, ജോഷി അച്ഛൻ, എമ്മാനുവൽ അച്ഛൻ, ജോസഫ് അച്ഛൻ, ഇങ്ങനെ നിരവധി വൈദികരെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. തോമസ് മെലോട്ടെ അച്ഛൻ അടക്കം എല്ലാവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകമായി ഈ ഒരു മിനിസ്ട്രി കുടുംബങ്ങളുടെ വലിയ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, കുടുംബങ്ങളുടെ നവീകരണത്തിന് വേണ്ടിയാണ്. ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ മുഴുവൻ സ്വീകരിക്കാൻ കുടുംബങ്ങളെ പ്രാപ്തരാക്കാനുള്ളതാണ്. ഓരോ ക്രൈസ്തവ കുടുംബങ്ങളെയും മിഷണറി കുടുംബമാക്കാൻ വേണ്ടിയാണ്. കർത്താവെ, പ്രത്യേകമായ അത്തരത്തിൽ അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് അങ്ങയുടെ സ്വപ്നം അനുസരിച്ച് കൂട്ടായ്മയെ പണിതുയർത്തണം. ഇതിന്റെ എല്ലാ ഓൺലൈൻ പ്രോഗ്രാമുകളെയും ഓഫ്ലൈൻ പ്രോഗ്രാമുകളെയും അടുത്ത ദിവസങ്ങളിൽ ചെല്ലാനത്ത് വെച്ച് നടക്കുന്ന ഇടവക പ്രോഗ്രാമിനെ 21 മുതൽ നടക്കുന്ന കണ്ണൂർ 2 ഇടവകയിൽ വെച്ച് നടക്കുന്ന ഇടവക ധ്യാനങ്ങൾ, നോമ്പുകാല ധ്യാനത്തെ, ഒപ്പം ഞങ്ങളുടെ ഏപ്രിൽ 10-ാം തീയതി ആരംഭിക്കുന്ന ഞങ്ങളുടെ മിഷൻ പ്രേക്ഷിതം 5 കുടുംബങ്ങളല്ലാതെ 3-4 പേർ ഒരുമിച്ച് 35ഓളം ആളുകൾ പോകുന്ന പ്രേക്ഷിത യാത്രയെ, ഞങ്ങൾ പോകുന്ന വില്ലേജിനെ, പഞ്ചാബിനെ, അവിടുത്തെ മിഷനെ, കർത്താവ് എല്ലാം അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ ഹിതമനുസരിച്ച്, അങ്ങയുടെ സ്വപ്നം അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ സഹായിക്കണമേ. ഈ കൂട്ടായ്മയിലുള്ളവർ, നേതൃത്വം കൊടുക്കുന്നവർ, ഇതിൽ പങ്കുചേർന്നിരിക്കുന്നവർ, എല്ലാ അർത്ഥത്തിലും കർത്താവ് ഈ ഒരു കൂട്ടായ്മയെ ലോകത്തിന്റെ അതിർത്തികളുള്ള എല്ലാ ഇടങ്ങളിലേക്കും അങ്ങ് വളർത്തിയെടുക്കുന്നതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും വലിയ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരെ, മാലാഹമാരെ, സ്വർഗീയ ഗണങ്ങളെ, ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ എത്തുന്നത് വരെ ഞങ്ങൾക്കായി പ്രാർത്ഥന തുടരണമേ. നമ്മുടെ കൊച്ചു പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എൻ്റെ കാവൽ മാലാഹയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുകുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപയേകണമേ. നമുക്ക് കുരിശ് വരച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ. അമ്മയോട് ചേർന്ന് നന്ദി പറഞ്ഞ് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നീ എന്റെ വെളിച്ചം, ജീവന്റെ വെളിച്ചം, നീ എന്നഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. തോമസച്ചാ, താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷം കേട്ടോ, നന്ദി. ഓക്കെ ഓക്കെ ഓക്കെ. അച്ഛൻ ഇടയ്ക്ക് എല്ലാ ദിവസവും കയറുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കയറുന്ന മിക്കവാറും സമയമുള്ളപ്പോഴല്ല. ഓക്കെ അച്ഛാ, താങ്ക് യു. താങ്ക് യു. അപ്പൊ എല്ലാവരും അനുവാദത്തോടെ ഞാൻ അങ്ങ് എൻഡ് ചെയ്യാണ്.